ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറായ കൊയിലാണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്ലാസ്റ്റിക് ഉണ്ടായ കാലം മുതൽ തന്നെ പ്ലാസ്റ്റിക് കടലിലാണ് എത്തിപ്പെടുന്നത്. കടലിൽ എത്തിപ്പെട്ട പ്ലാസ്റ്റിക് തിരിച്ചിങ്ങോട്ടേക്ക് എത്തിക്കാൻ ഒരു വഴിയുമില്ല. അപ്പൊ അതിനൊരു മാർഗ്ഗമായിട്ടാണ് യൂണിവേഴ്സൽ കാർബൺ ഫൗണ്ടേഷൻ എന്ന സംഘടന മുന്നോട്ട് വന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, കടലിൽ നിന്ന് എങ്ങനെ പ്ലാസ്റ്റിക് കാര്യം എത്തിക്കാന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഇട്ടായിരുന്നു. അപ്പൊ അതൊരു പീപ്പിൾ റിവ്യൂ എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തത് കാണുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്നിപ്പം കൊയിലാണ്ടി ഹാർബറിൽ വന്നിട്ടുള്ളത്. അപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് ബാഗിലേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബാഗ് കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാഗ് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇതാ അവർക്കാണ് ബാഗ് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ബാഗ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ഇപ്പൊ മീൻ പിടിച്ചിട്ട് പ്ലാസ്റ്റിക് കിട്ടാതെ ഈ ബാഗിലേക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് നമുക്ക് തന്നെ ഏൽപ്പിക്കും. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോ ഈ ബാഗ് കൊടുക്കുന്നത് അവർക്ക്. എന്തായാലും ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിനെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയത് ഏറ്റവും വലിയ കാര്യം. കാരണം മത്സ്യസമ്പത്തിനെ മാത്രമല്ല കടലുള്ള മറ്റുള്ള ജീവികളെ ഒരുപക്ഷെ ഭാവിയിൽ നമ്മളെ തലമുറയ്ക്കൊക്കെ വൻ ഭീഷണിയായി മാറാവുന്ന ഒരു വിപത്താണ് പ്ലാസ്റ്റിക്. ഇതിനെ മര്യാദയായിട്ട് നമ്മള് കടക്കാക്കി എന്തിനു പറ്റൂ? അപ്പൊ അതിനെ പറ്റി ഞങ്ങള് കുറച്ച് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഞങ്ങള് ബാഗ് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഓരോ ബോട്ടുകാർക്കും കൊടുക്കും. ഈ ഓരോ ബോട്ടുകാരും കിട്ടുന്ന പ്ലാസ്റ്റിക് ബാഗിലേക്ക് ഇട്ടിട്ട് സപ്പോർട്ട് ഉണ്ടാവും. നീ കൊണ്ടുവരിക എല്ലാ കാര്യങ്ങളും. ഹാർബർ മൊത്തം ഞങ്ങൾ നിൽക്കൂലേ? ഓക്കെ മതി. അത്